ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ 12ാമത്തെ ആഴ്ച ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആദ്യത്തെ ദിവസമായിട്ട് ഇന്ന് ദീപക്, മഞ്ചരി, അതുപോലെ തന്നെ വിശാൽ, റയാൻ എന്നിവരുടെ ഫാമിലിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ രണ്ടാം ദിവസമായിട്ടുള്ള നാളെ ഇനി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരാൻ പോകുന്നത് റാണവ്, സൗന്ദര്യ, അതുപോലെ തന്നെ പവിത്ര, അൻഷിത എന്നിവരുടെ ഫാമിലിയാണ്. നാല് കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫാമിലി എൻട്രിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം എല്ലാവരും തന്നെ ഒരു ഇമോഷണലി നമ്മുടെ ഫാമിലിനെയൊക്കെ കണ്ടതോടുകൂടി ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഫാമിലി എത്തിയവരിൽ ചിലർ കണ്ടസ്റ്റൻസിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുമുണ്ട്. വേറൊന്നുമല്ല, അതിൽ നടന്ന ചില പ്രശ്നങ്ങളും കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതെന്തുകൊണ്ട് ചെയ്തു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അരുൺ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. മഞ്ചരിയുടെ വീട്ടുകാർ വന്ന് ചെറിയൊരു അതെന്തുകൊണ്ട് അങ്ങനെ ഒരു സംസാരം അവർ തമ്മിൽ ആദ്യം നടന്ന ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് നടന്ന ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് അരുണിന്റെ സൈഡിലും കുറച്ച് തെറ്റുകളുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചതോടുകൂടി ചെറിയ രീതിയിൽ അരുൺ ഡൗൺ ആവുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിശാലിന്റെ ഫാദർ വന്നതിന് ശേഷം അരുണോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ സമയം ഇത്രയും നാളും വഴക്കും കാര്യങ്ങളും ഉണ്ടായില്ല, എന്നിട്ട് ഇത്രയും നാളത്തിന് ശേഷം ഒരു പ്രശ്നം എന്തുകൊണ്ടുണ്ടായി, നിങ്ങൾ വലിയ ഫ്രണ്ട്സും കാര്യങ്ങളും ആണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയൊക്കെ ചെറിയൊരു രീതിയിൽ അരുണെതിരെ ഒരു ചെറിയൊരു നീക്കം അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നൊരു ക്വസ്റ്റ്യനിങ് നടക്കുമ്പോൾ അരുൺ ചെറുതായിട്ടൊന്ന് ഡൗൺ ആകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശാലിന്റെ വീട്ടിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ചരിയുടെ വീട്ടിൽ നിന്നോ വന്നതിന് ശേഷം സൗന്ദര്യക്കെതിരെ ചെറിയ ആരോപണങ്ങളുമായിട്ട് വരുന്നു. അതായത് സൗന്ദര്യ, ജാക്ലിൻ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ചെറിയ വിള്ളൽ വീണ് നിൽക്കുന്ന സമയമാണ്. സൗന്ദര്യ അവിടെ എവിടെയും പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ജാക്ലിനും അവിടെ എവിടെയും പോയി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. എന്നാൽ സൗന്ദര്യ ഇവര് ജാക്ലിനെതിരെ ചില കാര്യങ്ങൾ സംസാരിച്ചെന്നും, അതായത് ലാസ്റ്റ് ടാസ്കിൽ നടന്ന സംസാരത്തിനിടയിൽ അൻഷിതയും ഇവരും തമ്മിൽ നടന്ന വഴക്കിനിടയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഒരു ജാക്ലിൻ പറയുന്നെല്ലാം നുണയാണെന്നുള്ള രീതിയിലുള്ള സംസാരിച്ചു എന്നും പറഞ്ഞ് ചെറുതായിട്ട് വീട്ടുകാർ വന്നൊന്ന് ചെറിയ രീതിയിലൊന്ന് കൊളുത്തി കൊടുക്കുകയും പിന്നെ അത് അവിടെ ഒന്ന് പൊട്ടി ചെറിയ രീതിയിലുള്ള വഴക്കിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിൽ വീണ്ടും ഒരു വിള്ളൽ വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അതാണ് ഇന്നത്തെ ഒരു 4 ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിൽ ഉള്ള ഒരു വ്യത്യാസം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വന്നതിന് ശേഷമുള്ള ബിഗ് ബോസ് ഹൗസ് കണ്ടസ്റ്റൻസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ദീപകിന്റെ ഫാമിലി വന്നതിന് ശേഷം നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്താണ് കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച്, അതുപോലെ തന്നെ അരുണ് ദീപകിനെതിരെ നടത്തിയ ഒരു ചെറിയ പ്രസ്താവന, മറ്റേ നമ്മുടെ വർക്ക് ലേബർ അതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അതിനെതിരെ ചെറിയ രീതിയിൽ ദീപകിന്റെ വൈഫ് നടത്തിയ ഒരു പ്രതികരണം മാത്രമേ ഉണ്ടായുള്ളൂ. മൊത്തത്തിൽ പോസിറ്റീവായിട്ട് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് എല്ലാവരും വന്നതിന് ശേഷം ഓരോരോ ക്വസ്റ്റ്യനുകളും കാര്യങ്ങളും നമ്മുടെ ഫാമിലി വന്നതിന് ശേഷം അവരുടെ കണ്ടസ്റ്റൻസിന്റെ ഓരോരോ ഫാമിലികൾ വരുമ്പോൾ അവർക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതായി ഷെയർ ചെയ്യുമ്പോൾ കണ്ടസ്റ്റൻസിനിടയിൽ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നു. അത്രമാത്രമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും രണ്ടാമത്തെ ദിവസമായിട്ടുള്ള നാളെ വരാൻ പോകുന്നത് ഈ റാണവ്, സൗന്ദര്യ, അതുപോലെ തന്നെ അൻഷിത, പവിത്ര എന്നിവരുടെ ഫാമിലിയാണ്. ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞു. നാളത്തെ ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത ആരുടെ ഫാമിലിയാണ് കയറുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു അപ്ഡേറ്റ് കിട്ടുമ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.